ലോകം മുഴുവനും സനാതനധർമ്മത്തെ ആലിംഗനം ചെയ്യുന്ന കാലമാണ്. ഓരോ ദേശകാലങ്ങൾക്കനുസരിച്ച് ഓരോ ആചാരങ്ങളുണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ് നമ്മുടെയൊക്കെ സനാതനധർമ്മം. അതുകൊണ്ട് കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ആളുകളിലുള്ള ആചാര അനുഷ്ഠാനങ്ങളെ അംഗീകരിച്ച് അവരിലെ ഒരു സംസ്കാരവും ഈശ്വരചിന്തയും വളർത്തുന്നതായിരുന്നു നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ രീതി. ഒരാൾക്കുള്ള വിശ്വാസമല്ല മറ്റൊരാൾക്ക്, ഒരാളുടെ ആചാരമല്ല മറ്റൊരാൾക്ക്. എൻ്റെ അഭിരുചികൾക്കനുസരിച്ച് മൂർത്തിയെ ഞാൻ സ്വീകരിക്കുന്നു, അതിനനുസരിച്ച് ആരാധന ഞാൻ ചെയ്യുന്നു. ഒരാൾക്ക് ഭഗവാനെ തുളസി ചാർത്തി കൊടുക്കാനാവും ഇഷ്ടം, വേറൊരാൾക്ക് കൂവളം ചാർത്തി കൊടുക്കാനാവും ഇഷ്ടം. ഞാൻ ചാർത്തരുതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? നിങ്ങൾ തുളസി ചാർത്തുന്ന അതേ ഭക്തിയോടെയാണ് മറ്റേ ആൾ കൂവളം ചാർത്തുന്നതെങ്കിൽ ഭഗവാൻ എന്താ സ്വീകരിക്കില്ലേ? ഭഗവാൻ പത്രം എന്നേ പറഞ്ഞിട്ടുള്ളൂ. തുളസി എന്നൊന്നും ഭഗവാൻ എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ലേ. പത്രം, പുഷ്പം, ഫലം, തോയം. നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങൾ എന്ത് ഇല വെച്ചാലും ഭഗവാന് സംതൃപ്തി. അതല്ല നമ്മുടെ വിഷയം. അതുപോലെ ക്ഷേത്രങ്ങളും വിവിധങ്ങളായ വിശ്വാസങ്ങളോടുകൂടി ചേർന്ന് നിൽക്കുന്നതാണ്. അവിടെ പുരുഷന്മാർ ഷർട്ട് ധരിച്ച് പ്രവേശിക്കരുത് എന്ന് ഒരു കൂട്ടർ പറയുന്നു, ഒരു കൂട്ടർ ധരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നു, ചിലർ പറയുന്നു. അപ്പോൾ എന്താണ് ഈ വസ്ത്രം, കേരളത്തെ സംബന്ധിച്ച് ഈ വസ്ത്രധാരണം ഇങ്ങനെ വരാൻ കാരണമെന്ന് നമ്മൾ പിറകിലേക്ക് അന്വേഷിച്ച് പോകണം. ഇത് അന്വേഷിച്ചറിയാതെ നമ്മൾ ഇന്നിരുന്നിട്ട് ഒരു അറിയാത്ത വിഷയത്തെക്കുറിച്ച് വെറുതെ തമ്മിലടിച്ചിട്ട് എന്താ കാര്യം? അതാണ് നേരത്തെ പറഞ്ഞതേ, എന്തിനാണ് ഇതെന്ന് അറിയാതെ ഇത് മാറ്റേണ്ടതാണോ എന്നാ മാറ്റാം, മാറ്റേണ്ടതല്ലേ എന്നാ മാറ്റണ്ട. അതിനെന്താ ഈ സംഗതി, ഇത് പ്രധാനമാണോ? ഒരു ആരാധനയിൽ ഒഴിച്ചു നിർത്താനാവാത്ത ഒന്നാണോ? എങ്കിൽ മാറ്റണ്ട. അല്ല, ഇതില്ലെങ്കിലും ആരാധനയാക്കി ഭംഗമില്ല എന്നാണോ? എന്നാ മാറ്റിക്കോളൂ. നിങ്ങൾ ഈ കേരളത്തിലുള്ളവർ ആരാധിക്കുന്നത് മാത്രമേ ഭഗവാനിൽ കിട്ടുന്നുള്ളൂ. നമ്മൾ ചില കാര്യങ്ങളിൽ അങ്ങനെ വാശിയോടുകൂടി പിടിച്ചു നിന്നു കഴിഞ്ഞാൽ നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ നിന്ന്, ആചരണങ്ങളിൽ നിന്ന് പുതിയ തലമുറ പതുക്കെ പതുക്കെ വഴുതിപ്പോവും. പുതിയ തലമുറയിലെ ആളുകൾക്ക് പലർക്കും ഷർട്ട് അഴിച്ച് അമ്പലത്തിൽ കയറാൻ ഒരു താല്പര്യമില്ല. അങ്ങനെയൊന്നുമില്ല. ശുദ്ധമായ വസ്ത്രം, വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വേണം ക്ഷേത്രാരാധന ചെയ്യാൻ. അതും ലളിതമായ വസ്ത്രം വെച്ചാൽ കണ്ണിന് ആകർഷണമുണ്ടാക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. മറ്റൊരാളുടെ ശ്രദ്ധയെ തെറ്റിക്കുന്ന, മറ്റൊരാളുടെ ശ്രദ്ധയെ തന്നിലേക്ക് കൊണ്ടുവരുന്ന വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. കാരണം അവിടെ അയാൾ ഭഗവാനെ ആരാധിക്കാനാണ് വരുന്നത്. അയാളുടെ ഭഗവാനുള്ള ശ്രദ്ധ മാറ്റി എന്നിലേക്ക് ആകർഷിക്കാനുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക, ആഭരണങ്ങൾ ധരിക്കാതിരിക്കുക. കാരണം ഞാൻ എവിടേക്കാണ് പോകണമെന്നുള്ളത് എനിക്കെങ്കിലും ഒരു ബോധം ഉണ്ടാവുക. അവിടെ മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിൽ വസ്ത്രം, ശരീരം മറയ്ക്കേണ്ടതാണെങ്കിൽ മറയ്ക്കുക, തുറക്കേണ്ടതാണെങ്കിൽ തുറക്കുക. പുരുഷന്മാരുടെ ഷർട്ട് അഴിക്കാൻ പറഞ്ഞാൽ പുതിയ തലമുറയിലെ ആളുകൾക്ക് മടിയാണ്. സ്ത്രീകളെക്കാൾ ലജ്ജ ഇന്ന് പുരുഷന്മാർക്കുണ്ട്. ശരീരത്തിലെ ദോഷങ്ങൾ കാണാനുള്ള മടി കൊണ്ട്, മറ്റുള്ളവരെ കാണിക്കാനുള്ള മടി കൊണ്ട്, വസ്ത്രം അഴിക്കാൻ ഉള്ള മടി കൊണ്ട് അമ്പലത്തിലേക്ക് കയറാതെ പുറമേ നിന്ന് തൊഴുതു പോകുന്ന എത്രയോ ആളുകളുണ്ട്. കാരണം അങ്ങനെ പുറമേ കാണിക്കാൻ കൊള്ളാവുന്ന നല്ല സമൂഹത്തിൽ അങ്ങനെ പലണ്ടല്ലോ, ബോഡി ഷെയ്മിങ് അല്ലേ? അങ്ങനെ ഉണ്ടാവും. മെലിഞ്ഞ ശരീരമാവും, ചിലപ്പോൾ എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ തൻ്റെ ശരീരം ഒന്ന് തുറന്ന് കാണിക്കുക. കാരണം പെൺകുട്ടികളുണ്ടാവും, സ്ത്രീകളുണ്ടാവാം. അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ ഞാൻ എങ്ങനെ എന്ന് വിഷമിച്ച് കയറാതെ പോകുന്ന എത്രയോ ആളുകളുണ്ടാവും. അവരെ നമ്മൾ കാണണ്ടേ? ഈ ഹിന്ദുക്കൾ പലരെയും പുറത്ത് നിർത്തിയതല്ലേ ഹിന്ദു എന്നിങ്ങനെ ആവാൻ കാരണം അല്ലേ? ഇനിയെങ്കിലും നമുക്ക് എല്ലാവരും ചേർത്ത് നിർത്താൻ സാധിക്കണ്ടേ?
ചില ആവശ്യമില്ലാത്തതും നമ്മളിങ്ങനെ മുറുകെ പിടിച്ച് നിൽക്കാൻ പാടുണ്ടോ? നിങ്ങൾ ചിലരെ പുറത്ത് നിർത്തിയാൽ അവരെ അകത്താക്കാൻ വേറെ കുറേ ആൾക്കാർ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഈ വാശിയും പിടിച്ചിങ്ങനെ ഈ മത്സരിക്കലേ ഉണ്ടാവുള്ളൂ. കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ, വസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിൽ കയറാം എന്ന് പറയുന്നവരെ അസഭ്യം പറയുന്ന ആളുകൾ ഭക്തന്മാരാണെന്നും പറഞ്ഞിട്ട്. നമ്മൾ ഈ പുറത്ത് നിന്ന് തൊഴാൻ സാധിക്കാതെ വിഷമിച്ച് ലജ്ജിച്ച് പോകുന്ന എത്രയോ ആളുകളുണ്ട്. അവരെ കാണാൻ സാധിക്കണം നമുക്ക്. ഒന്നുകിൽ ശാസ്ത്രം നേരവണ്ണം പഠിക്കുക, എന്നാൽ ഈ അന്ധതയൊക്കെ കുറേ നീങ്ങും. ഉത്തരേന്ത്യയിലേക്ക് ഒന്ന് പോവുക, കേരളം വിട്ടൊന്ന് പുറത്തേക്ക് പോവുക, എന്നാൽ കുറേ അന്ധത നീങ്ങി കിട്ടും. അവിടെ പൂജ ചെയ്യുന്ന ആൾ വരെ കുപ്പായിട്ടിട്ടാണ് പൂജ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തണുപ്പാണ്, അവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് കുപ്പായ അഴിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അവിടെ മറ്റേ സകല ജാക്കറ്റും അതും ഇതൊക്കെ ഇട്ടിട്ട് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് പൂജ ചെയ്യുക. എന്നാൽ അവിടെ അങ്ങനെ ചെയ്യേണ്ടത് പറഞ്ഞിട്ട് ഇവിടെ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ശ്രീകോവിലുള്ളിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചുട്ടിട്ടിരിക്കാൻ വയ്യ. അപ്പം ദേശകാലങ്ങൾക്കനുസരിച്ച് ആചാരങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. ഒന്ന്, എന്താ ഈ വസ്ത്രത്തിൻ്റെ പ്രധാനം? എന്താ വസ്ത്രം അഴിക്കണം ഇടണം എന്നൊക്കെ മത്സരിക്കാൻ കാരണം? അത് എവിടുന്ന് ആരംഭം എന്ന് നോക്കണം.